ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിമ്ന വിജയൻ്റെ ഒരു ബെസ്റ്റ് നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും കടക്കുന്ന പെൺകുട്ടികളുടെ ജീവിതത്തിനെക്കുറിച്ചാണ് ഈ ഒരു നോവൽ. അതിഥി എന്ന നായികയ്ക്കും ശരൺ എന്ന നായകനെയും നമുക്ക് ഈ ഒരു നോവലിൽ കാണാം. അവരുടെ മാത്രമല്ല, അതിഥിയുടെ ആൻറ്റിയെയും അങ്കിളിനെയും അവരുടെ മകളായ ശാലുവിനെയും അതിഥിയുടെ ഫ്രണ്ട്സായ ലയ, സാക്ഷി, ദേവി എല്ലാം നമ്മുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നു. ഈ ഒരു കഥയിലൂടെ സെൽഫ് ലവിനെ കുറിച്ചാണ് എഴുത്തുകാരി എടുത്തുകാട്ടുന്നത്. നാം നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു നോവലിൽ എടുത്തുകാട്ടുന്നത്. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യം കൂടി ഇതിൽ എഴുത്തുകാരി പറയുന്നുണ്ട്. തലമുറകൾ മാറുന്നതിനനുസരിച്ച് കാഴ്ചപ്പാടുകളും മാറുന്നുണ്ട്. കാലം മാറി വരികയാണ്. പഴയ കാഴ്ചപ്പാടുകളും ജീവിത രീതികളുമല്ല ഇപ്പോൾ നിലവിലുള്ളത്. നിമ്ന വിജയൻ എന്ന എഴുത്തുകാരി അനുഭവിച്ച കാര്യങ്ങളും അവർ അവരുടെ ജീവിതയാത്രയിൽ കണ്ട അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളുമാണ് ഈ ഒരു നോവലിൽ പ്രതിപാദിക്കുന്നത്. ആളുകൾ ഇത്രയധികം കൈനീട്ടി സ്വീകരിച്ച പുസ്തകങ്ങൾ വേറെ ഉണ്ടോ എന്നറിയില്ല. ഈ പുസ്തകം വായിച്ചപ്പോൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചും ഇതിലെ കഥാപാത്രങ്ങൾ നമുക്ക് എവിടെയൊക്കെയോ വെച്ച് കണ്ടുമറന്ന പോലെ, കണ്ടുമുട്ടിയ പോലെ ഈ ഒരു പുസ്തകം വായിച്ചു തീർക്കുന്നവർക്ക്, ഇതിൻ്റെ വായനക്കാർക്ക് കരയാതെ വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. ചുറ്റുമുള്ള ഒന്നിലും പ്രതീക്ഷയില്ലാതെ എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പുതിയ യാത്രയിലാണ് ഞാനിപ്പോൾ. പുതിയ നഗരത്തിൽ എന്നെ കാത്തിരിക്കുന്നത് എന്തായാലും അതിനെ നേരിടാൻ ഞാനിപ്പോൾ ഒരുക്കമാണ്. വായിച്ചു തീർന്ന പുസ്തകങ്ങൾ പോലെയോ കണ്ടു തീർന്ന സിനിമകൾ പോലെയോ മനോഹരമാവില്ല ജീവിതം എന്നെനിക്കറിയാം. പക്ഷേ അതുതന്നെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. മുന്നോട്ട് ജീവിക്കാൻ വലിയ സ്വപ്നങ്ങളെക്കാളും പ്ലാനുകളെക്കാളുമൊക്കെ നമുക്ക് വേണ്ടത് എന്തു വന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസമാണ്. വീണു പോകുമെന്ന് തോന്നുമ്പോൾ രണ്ട് കൈകൊണ്ടും സ്വയം ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, സമയം പങ്കിടുന്നത് എന്നെ കൂടെയാവുമ്പോൾ എന്നെ അത്രമേൽ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? സ്വയം നൽകുന്ന സ്നേഹം കൊണ്ട് ഞാൻ ആദ്യം പൂർണ്ണമാകേണ്ടതുണ്ട്. ആ പൂർണ്ണതയിൽ മാത്രമേ ചുറ്റുമുള്ള എല്ലാത്തിനെയും അതേ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇതുവരെ എഴുതിയാണ് എഴുത്തുകാരി ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു നോവല് അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം ഭാഗവും അതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. വളരെയേറെ റിവ്യൂക്ക് വിധേയമായൊരു പുസ്തകമാണിത്. ഏറ്റവും ഇഷ്ടമുള്ള കുറച്ചു പേരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ എത്ര പേരുകൾക്കൊടുവിലാണ് നാം നമ്മെക്കുറിച്ച് ഓർക്കുന്നത്? എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ നമുക്കിപ്പോഴും കഴിയാറില്ല. അങ്ങനെ കഴിയുന്നിടത്ത് നാം നമ്മെ സ്വയം ചേർത്ത് നിർത്തുന്നിടത്ത് വെച്ചാണ് സത്യത്തിൽ ജീവിതം മാറിത്തുടങ്ങുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ഈ നോവൽ. ജീവിതത്തിൻ്റെ എല്ലാ വൈകാരികതയും കടന്നു വരുന്ന ഈ യാത്രയ്ക്കൊടുവിൽ എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നിടത്ത് ഈ നോവൽ പൂർണ്ണമാകുന്നു. ഏകദേശം കൗമാരത്തിലും യൗവനത്തിലും എത്തിയ യുവതികളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കുക. എന്നാൽ അതിൽ കൂടുതൽ ഏജസ് ഉള്ളവരും ഇത് വായിച്ചാൽ നമ്മൾ ഈ കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും അലിഞ്ഞു ചേരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് റിവ്യൂകളിലൊന്നാണ് നിമ്ന വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്ത് വായിക്കുക. വലിയ ഒരു അനുഭവമാണ് നമുക്ക് ഇതിലൂടെ, ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബുക്ക്ലെറ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.